ഷാലോമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴുന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട്. വനം മനുഷ്യനെന്നും വിസ്മയങ്ങളുടെ കലവറയാണ്. ഈ സ്ഥലം ഒരു വനമാക്കി മരങ്ങൾ നട്ടിങ്ങനെ തുടങ്ങിയപ്പോൾ പലരും എന്നെ ഉപദേശിച്ചു, ഇവിടെ റബ്ബർ മരങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരു വമ്പിച്ച ആദായം ഈ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കാമല്ലോ. ഒട്ടേറെ പരിസ്ഥിതി പ്രവർത്തകർക്കും പ്രകൃതി ഉപാസകർക്കും ഈ ഭൂമി ആവേശവും ആനന്ദവുമാണ്. ഈ ഒരു പരിസ്ഥിതി ആത്മീയതയുടെ തലം ഇവിടുത്തെ പക്ഷികളോടും ഇവിടുത്തെ മരങ്ങളോടും സല്ലപിച്ചും വർത്തമാനം പറഞ്ഞും പേരപ്പൻ മുന്നോട്ട് നീങ്ങുമ്പോൾ സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ ഒരു ആത്മീയത നമുക്ക് അതിൽ കാണാൻ കഴിയും. നേരം പോക്കിനും വിനോദത്തിനുമപ്പുറം വനസ്ഥലി ഒരനുഭവം തന്നെയാണ്. നൂറുകണക്കിന് സസ്യജാലങ്ങളും ആയിരക്കണക്കിന് ജീവിവർഗങ്ങളും കൂടിച്ചേരുന്ന ഈ ആവാസ കേന്ദ്രം ചരിത്രപരമായും പാരിസ്ഥിതികമായും അടയാളപ്പെടുത്തേണ്ട ഒന്നാണ്. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, ഞാനൊരു മാഷാണ്, എന്താണ് ഒരു മരം? അപ്പോൾ അവരിങ്ങനെ ആകപ്പാടെ പറയുന്നത് മരം ഒരു തണലിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രോഗ്രാമുകൾക്കുമൊക്കെ വെക്കുന്ന ഒരു സംഗതി. അപ്പം ഞാൻ അവരോട് പറയൂ, ഒരു മരവും മരമല്ല മക്കളെ, ഓരോ മരവും ഒരു കാടാണ്. ഒരൊറ്റ മരവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കുറഞ്ഞത് 30 ജീവിവർഗങ്ങൾ
ജീവിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വനയിടത്തിൽ ഏകദേശം 250ഓളം ട്രീ സ്പീഷീസ് തന്നെയുണ്ട്. അപ്പോൾ ആ ഓരോ മരത്തിലും 30 ജീവിവർഗങ്ങൾ ഏറ്റവും മിനിമം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം വൈവിധ്യമാണ് ഈ പ്രദേശത്തിനുള്ളത്. ബംഗാരി മാതായി ആഫ്രിക്കയിൽ ആദ്യമായിട്ട് ഡോക്ടറേറ്റ് നേടിയ വനിതയാണ്. 50,000 വൃക്ഷങ്ങൾ ആഫ്രിക്കയിൽ വെച്ച് പിടിപ്പിച്ചു. നോബൽ സമ്മാനത്തിന് അർഹമായി. സത്യത്തിൽ കേരളത്തിൽ പാലായ്ക്കടുത്ത് ഈ പതാമ്പുഴ എന്ന് പറയുന്ന കൊച്ചു സ്ഥലത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷങ്ങൾ മാത്രമല്ല, ഇങ്ങനെ പടർപ്പുകൾ, അതേപോലെ തന്നെ ചെറിയ മരങ്ങൾ, അതേപോലെ കുറ്റിച്ചെടികൾ, അതുപോലെ ചെറിയ സസ്യങ്ങൾ തുടങ്ങി 50,000-ലേറെ സമൃദ്ധമായിട്ടുള്ള ജൈവ വൈവിധ്യം ഉൾക്കൊള്ളുന്നൊരു പ്രദേശത്താണ് ഞാനിന്ന് നിൽക്കുന്നത്. സ്വദേശികളും വിദേശികളുമായ ഒട്ടേറെ വൻമരങ്ങൾക്കിടയിൽ അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങളുടെ സാന്നിധ്യവും വനസ്ഥലിയെ കൂടുതൽ അനുഗ്രഹീതമാക്കുന്നു. നാടിനും നാട്ടാർക്കും നേരറിവിൻ്റെ മാതൃക കൂടിയാണ് ദേവസ്യാച്ചായൻ്റെ ഈ പൈതൃക ഭൂമി. ഈശ്വരൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ സസ്യങ്ങളും വൃക്ഷങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അലോപ്പതി ചികിത്സയിലേക്കോ മറ്റ് രീതിയിലേക്കോ മാറുന്നതിന് പകരം നമ്മൾ ഈ ഭൂമിയിലുള്ള ഔഷധ സസ്യങ്ങളിലേക്ക് തിരിച്ചു വരണം. കാരണം മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള എല്ലാ സസ്യങ്ങളും നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. നിസ്സാരം ആടലോടകം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആടലോടകം എല്ലാ വീടുകളിലും പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ വളരെ അപൂർവമായിട്ടേ കാണാൻ സാധിക്കുന്നുള്ളൂ. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ആടലോടകമുണ്ട്. ഞാൻ ഇപ്പോൾ ഈ സ്കൂൾ കുട്ടികൾ ധാരാളം ഇവിടെ സന്ദർശനത്തിൽ വരുന്നവരോട് ഞാൻ ചോദിച്ചപ്പോൾ ആടലോടകത്തെപ്പറ്റി അവർക്ക് യാതൊരു ഗ്രഹവുമില്ല, അവർക്ക് അത് കണ്ടിട്ട് പോലും ഇല്ലാത്ത അവസ്ഥയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആടലോടകം, നമ്മുടെ ആടലോടകം, തുളസിയില, ചുമക്കുറുക്കിലയൊക്കെ വെന്ത് നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഗുളികയും കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കഫക്കെട്ട് മാറ്റിത്തരും. നിസ്സാരം ചെറിയ പനി പോലും നമ്മളെ ബാധിക്കില്ല. അങ്ങനെ എത്ര ഔഷധ സസ്യങ്ങൾ നമ്മളുണ്ട്, നമ്മുടെ വീട്ടുമുറ്റത്തുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ചിറ്റരത്ത എന്നൊരു സസ്യം, ഒരു ഔഷധ സസ്യമുണ്ട്. അതിൻ്റെ ഔഷധ ഗുണം പറയുമ്പോൾ അത് കൂടുതൽ വിരശല്യമുള്ള കുട്ടികളെ അത് മണപ്പിച്ചാൽ മതി, അതിൻ്റെ ഗന്ധം വിരയെ ഇല്ലെന്നാക്കും. അങ്ങനെ എത്ര ഔഷധ സസ്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നെ ഈ ആനച്ചൂടൻ എന്നൊരു സസ്യം, അത് നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളം ഉണ്ടാകുന്നത്, നിലത്തിങ്ങനെ പറ്റിക്കിടക്കും. അത് പൈൽസ് പോലെയുള്ള സൂക്കേടുകൾക്ക് അത് വെന്ത് വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഒരു ഔഷധ സസ്യമാണ്. അത് എൻ്റെ ഈ വീടിൽ നിന്നൊക്കെ പലരും കൊണ്ടുപോയി അത് പരീക്ഷിച്ചു. അത് കഴിച്ച് അവരുടെ അസുഖത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടതായിട്ട് അവർ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചു. പിന്നെ ലക്ഷ്മി തരു എന്നൊരു വൃക്ഷം ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇല ഇവിടെ വന്ന് പലരും കൊണ്ടുപോകാറുണ്ട്. അത് ക്യാൻസറിൻ്റെ ആരംഭത്തിൽ അത് കഴിച്ചാൽ ക്യാൻസർ മാറിക്കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് ഇവിടുന്ന് ഇല കൊണ്ടുപോയി വെന്ത് വെള്ളം കുടിച്ച് 1 ലിറ്റർ വെള്ളത്തിൽ ഈ ഇലയിട്ട് 2 മില്ലിയാക്കി കഴിച്ച് പലർക്കും സുഖം കിട്ടിയതായിട്ട് പിന്നെ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചുറ്റും കാണുന്ന ഈ വൃക്ഷങ്ങളെല്ലാം നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി, നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടി ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ളതാണ്. നമ്മളത് വെട്ടി നശിപ്പിക്കാതെ അതിനെ സംരക്ഷിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രാചീന ഭാരതത്തിലെ ഋഷിമാരും പുണ്യസുകൃതികളും മരവുരി ധരിച്ചതായി നാം കേട്ടിട്ടുണ്ട്. ഇതിഹാസ പുരാണങ്ങളിൽ മാത്രം കേട്ടുകേൾവിയുള്ള ഈ മരമാണ് മരവുരി മരം. പുരാതന കാലങ്ങളിൽ വസ്ത്രം
ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ ധരിച്ചിരുന്നത് മരവുരി കൊണ്ടുള്ള വസ്ത്രമായിരുന്നു. രാമായണത്തിൽ പറയുന്നു, ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മരവുരി ഉടുത്ത് അദ്ദേഹം 14 വർഷത്തോളം വനത്തിൽ ജീവിച്ചതായിട്ട് രാമായണത്തിൽ പറയുന്നു. അപ്പോൾ പുരാതന കാലത്ത് വളരെയധികം സേവനം ചെയ്ത, നഗ്നത മറയ്ക്കുന്നതിന് ആൾക്കാർക്ക് സേവനം ചെയ്ത ഒരു മഹനീയ വൃക്ഷമാണ് ഞാൻ ഈ തലോടുന്ന മരവുരി മരം. ഇതിൻ്റെ വളർച്ചയെപ്പറ്റി പറയുമ്പോൾ ഒരു 25 വർഷം മുമ്പ് ഞാൻ സൈലൻറ്റ് വാലി വനത്തിൽ നിന്നും കൊണ്ടുവന്ന ഒരു മരമാണിത്. സൈലൻറ്റ് വാലിയിൽ ഇതിൻ്റെയൊക്കെ തള്ളമരങ്ങൾ 200 ഇഞ്ച് വരെ വണ്ണമുള്ള മരങ്ങൾ ഞാൻ അതിനകത്ത് കണ്ടു. അപ്പോൾ ഇതിൻ്റെ വളർച്ചയുടെ ബാല്യദശയായിട്ടേ ഉള്ളിത്. ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഒരു 10, 200, 250 ഒക്കെ ഇഞ്ച് വലിപ്പത്തിൽ ഈ മരം വളരാൻ എളുപ്പമുണ്ട്. നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഏറ്റവും ഭംഗിയായിട്ട് നല്ല തഴച്ച് വളരുന്ന ഒരു വൃക്ഷമായിട്ടാണ് ഞാൻ കണ്ടത്. ഇത് എൻ്റെ ഒരു ഓമന വൃക്ഷമാണ്. ഞാനിത് എന്നും ഈ വഴി വരുമ്പോൾ ഒന്ന് തലോടിയിട്ടേ പോകാറുള്ളൂ. ഹിമാലയ സാനുക്കളിലും മറ്റും കണ്ടുവരുന്ന ഭാരതത്തിൻ്റെ പുണ്യവൃക്ഷമാണ് രുദ്രാക്ഷം. ഈ പൂജ്യവൃക്ഷവും വനസ്ഥലിക്ക് മാറ്റുകൂട്ടുന്നു. ഇതോടൊപ്പം തന്നെ ആമസോൺ വനാന്തരങ്ങളിലും മറ്റും കണ്ടുവരുന്ന റെയിൻ ട്രീയും ദേവസ്യാച്ചായൻ്റെ കന്യാവനത്തെ കൂടുതൽ നിത്യഹരിതമാക്കുന്നു. എൻ്റെ സൈഡിൽ നിൽക്കുന്ന ഈ മരം റെയിൻ ട്രീ എന്നറിയപ്പെടുന്നു. എൻ്റെ ബന്ധുവായൊരു മിഷണറി വൈദികൻ ബ്രസീലിൽ പോയപ്പോൾ ആമസോൺ നദീതടങ്ങളിൽ ഈ റെയിൻ ട്രീ വൻ മരങ്ങളായിട്ട് ധാരാളം മരങ്ങളെ അദ്ദേഹം അവിടെ വെച്ച് കണ്ടു. അപ്പം ബ്രസീലിൽ വളരുന്ന ഒരു നിത്യഹരിത മരമാണ് ഈ റെയിൻ ട്രീ. അതുപോലെ ഇത് ഒരു സിദ്ധവൃക്ഷമാണ് ചർമ്മരോഗങ്ങൾക്ക്. ഇതിൻ്റെ തൊലി അരച്ച് ദേഹത്ത് പുരട്ടിക്കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ ചർമ്മരോഗങ്ങളും മാറിക്കിട്ടും. ഉങ്ങ് എന്നാണ് ഈ മരത്തിൻ്റെ പേര്. ഇവിടെ എത്തുന്ന സജ്ജനങ്ങൾക്ക് പ്രകൃതിയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഗുഹ. ഇവിടം സന്ദർശിച്ച മിക്കവരും ഈ ഗുഹയിലെ ആത്മീയ നിറവ് നുകർന്നവരാണ്. കാരണം ഈ പ്രകൃതി ദൈവസൃഷ്ടിയാണ്, നമ്മളും. ഏകാന്തതയിലിരുന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരെ എനിക്കറിയാം. അവർക്ക് ഉപകാരപ്രദമാവില്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ ഏറ്റവും ശാന്തമായൊരു സ്ഥലത്ത്, ബാഹ്യലോകവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ചെറിയ ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുത്തത്. ഈ വനസ്ഥലിൽ കൂടി ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ ഞാൻ പല അവസരങ്ങളിലും ഈ മന്ദിരത്തിലിരുന്ന് ധ്യാനിക്കാറുണ്ട്. 5-10 മിനിറ്റ് ഇവിടെ ഇരുന്ന് ഞാൻ ധ്യാനിച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിന് പ്രത്യേക ഒരു ശാന്തതയും സമാധാനവും ലഭിക്കുന്നുണ്ട്. ഈ ബ്ലഡ് പ്രഷർ വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം 5-10 മിനിറ്റ് ഇങ്ങനെ ഏകാഗ്രമായ ഒരു ധ്യാനം കഴിക്കുന്നത് ഗുണപ്രദമാണെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പലരും ഇവിടെ ഇരുന്ന് ധ്യാനിച്ചവർ പറഞ്ഞു അവരുടെ ബ്ലഡ് പ്രഷറിന് വളരെ മാറ്റം വന്നിട്ടുണ്ട്. ഏകാഗ്രതയോടുകൂടിയുള്ള ഒരു ധ്യാനം ഒരു സിദ്ധൌഷധം പോലെയാണ്. പല അസുഖങ്ങൾക്കും അത് ഒരു ഔഷധമായിട്ട് വേണേലും മാറാം. അപ്പോൾ മനസ്സിന് ശാന്തിയും സമാധാനവും നമുക്ക് 5 മിനിറ്റെങ്കിലും കൊടുക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. ഈശ്വരനിൽ ആശ്രയിക്കാനുള്ള ഒരാഗ്രഹം നമ്മളിലുണ്ടാകും. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശാന്തതയിൽ, അത്യാഗ്രഹങ്ങൾ പോലെയുള്ള
അഭിലാഷങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കാതെ അസൂയ ഇങ്ങനെയുള്ള വികാരങ്ങൾ, ശത്രുത ഇങ്ങനെയുള്ള വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുവാൻ ഇങ്ങനെയുള്ള ഏകാഗ്ര ധ്യാനം നമുക്ക് വളരെ ഉപകാരം ചെയ്യും. ഇത് അണലിവേഗമെന്ന അപൂർവ സസ്യം. ഈ ചെടി പുഷ്പിക്കുമ്പോൾ ചുവട്ടിലെത്തുന്ന വിഷപ്പാമ്പുകൾ മയങ്ങിപ്പോകുമെന്ന് പഴമക്കാർ പറയുന്നു. എന്തായാലും അണലിവേഗം വിഷചികിത്സയ്ക്ക് ഉത്തമമെന്ന് വൈദ്യമതം. ഇതുപോലെ മറ്റൊന്നാണ് കൊയിനാച്ചെടി. മലേറിയ പോലുള്ള മാരക രോഗങ്ങൾക്ക് കൊയിനാച്ചെടി ദിവ്യ ഔഷധമാണ്. ഒട്ടേറെ പേർക്ക് അത് അനുഭവവുമാണ്. ഈ പൂ ചൂടി നിൽക്കുന്ന മരം മലേറിയ പോലെയുള്ള രോഗങ്ങൾക്ക് ഒരു സിദ്ധൌഷധമാണ്. ഇതിൻ്റെ ഇല വെന്ത് ഒരു കാലത്ത് ആൾക്കാർ വെള്ളം തിളപ്പിച്ച് കുടിച്ച് മലേറിയയിൽ നിന്ന് സുഖം പ്രാപിച്ച ചരിത്രമുണ്ട്. ഇന്നിപ്പോൾ ധാരാളം ഗുളികൾ അലോപ്പതി ചികിത്സയിൽ കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈ മരത്തിൻ്റെ ഇല വെന്ത് വെള്ളം കുടിച്ച് ആദ്യകാലങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ മലേറിയയിൽ നിന്ന് സുഖം പ്രാപിച്ച ചരിത്രമുണ്ട്. അപ്പോൾ ഒരു പൂജ്യവൃക്ഷമായിട്ട് ഈ ഔഷധ വൃക്ഷത്തെ ഞാൻ പരിപാലിക്കുകയാണ്. ഇനിയും മലമ്പനിയുടെ ദുരിതം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇല പറിച്ചു തരുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഔഷധവൃക്ഷം പലർക്കും ഉപകാരം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കറവേങ്ങ എന്നുള്ളൊരു ഔഷധ വൃക്ഷമാണ്. ഇന്ന് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ഫലപ്രദമായൊരു ഔഷധ വൃക്ഷമാണിത്. ഇതിൻ്റെ കാതൽ വെന്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ പല പ്രമേഹ രോഗികളുടെ അസുഖം മാറി. കേരളത്തിൽ വിപുലമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹ രോഗം, ഏകദേശം പകുതിയിൽ കൂടുതൽ ആളുകൾ ഇന്ന് പ്രമേഹ രോഗികളാണ് കേരളത്തിൽ. അങ്ങനെയുള്ള കേരളത്തിൽ ഇതുപോലെയുള്ള ഔഷധവൃക്ഷങ്ങൾ വലിയ ഒരു സഹായമാണ്. ഇവിടെ വന്ന് പലരും ഇതിൻ്റെ കാതൽ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഇതിൻ്റെ വെള്ളം കഴിച്ച് പലരും സുഖമായിട്ട് എന്നെ ഫോൺ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഔഷധവൃക്ഷങ്ങൾ എന്നും നമുക്കൊരു താങ്ങാണ്. ഇതെല്ലാം മനുഷ്യ നന്മയ്ക്കായി ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള വൃക്ഷങ്ങളാണ്. അതിനെ നമ്മൾ വെട്ടി നശിപ്പിക്കാതെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കുറച്ച് നാൾ മുമ്പ് ഞാനിങ്ങനെ ഒരു കറവേങ്ങ എൻ്റെ ആവശ്യത്തിന്, വീടിൻ്റെ ആവശ്യത്തിന് പണ്ട് വെട്ടിയപ്പോൾ അത് ഇന്ന് കറ ഇങ്ങനെ ഒലിച്ചു പോകുന്നത് കണ്ടു. അപ്പോൾ ആ വൃക്ഷം കണ്ണുനീര് ഒഴിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു കാര്യമായിരുന്നു അത്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഒരു വൃക്ഷത്തെ നമ്മളെത്ര സ്നേഹത്തോടുകൂടി പരിപാലിക്കണം. അതിനെ ഒരു കാലത്തും വെട്ടി നശിപ്പിക്കാൻ പാടില്ല. ഈശ്വരദാനമാണത്. അതിനെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ സംരക്ഷിക്കണം. ഞാൻ അതിന് ശേഷം ഒരു മരവും ഞാൻ വെട്ടിയിട്ടില്ല. ആയിരക്കണക്കിന് തൈകൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. മരങ്ങളെ ഞാൻ എൻ്റെ ജീവന തുല്യം സംരക്ഷിക്കുന്നുണ്ട്. ഭൗമ പാരിസ്ഥിതിക മേഖലകളിൽ ഒട്ടേറെ അംഗീകാരങ്ങളും പ്രശംസകളും തേടി വന്നെങ്കിലും ദേവസ്യാച്ചായൻ വിനീത ഹൃദയനാണ്. കാരണം
തൻ്റെ പെറ്റമ്മയിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും പകർന്നു കിട്ടിയ പ്രേരണയും പരിഗണനയും തീർച്ചയായും ദൈവഹിതമാണെന്ന് ഈ മനുഷ്യൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇങ്ങനെയൊരു വനം നിർമ്മിക്കുന്നതിന് എനിക്ക് പ്രേരണ കിട്ടിയത് എൻ്റെ സ്നേഹനിധിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. എനിക്കൊരു 3-4 വയസ്സൊക്കെ ഉള്ള അവസരത്തിൽ ഞാനൊരു ബാലനായിരുന്നപ്പോൾ ചിരട്ടയിൽ ചക്കക്കുരു തന്ന് എന്നെ പറമ്പുകളിലൊക്കെ നടിയിക്കുമായിരുന്നു. അപ്പോൾ ആ ചക്കക്കുരുവിൽ നിന്ന് പ്ലാവ് വളർന്ന് വൻവൃക്ഷമായി ധാരാളം ചക്കയൊക്കെ ഇത് കായ്ച്ച് വീട്ടിലാവശ്യത്തിനും അയൽവാസികൾക്കുമൊക്കെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അത് എനിക്ക് വൃക്ഷങ്ങൾ നടുന്നതിനുള്ളൊരു വലിയ പ്രേരണയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ എൻ്റെ പിതാവ് നടന്ന ചില ചെടികളൊക്കെ ഇങ്ങനെ പറിച്ച് വേരുണ്ടോയെന്നൊക്കെ നോക്കുമായിരുന്നു കൊച്ചായിരുന്നപ്പോൾ. അപ്പോൾ എൻ്റെ അമ്മ അടുത്ത് വന്ന് ഉപദേശിക്കും, മരങ്ങൾ നശിപ്പിക്കുന്നവൻ നരകത്തിൽ പോവും, തൈകൾ നടുന്നവൻ സ്വർഗത്തിൽ പോവും എന്ന് ഉപദേശിക്കുമായിരുന്നു. അപ്പോൾ അതും എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ പതിഞ്ഞ ഒരു വാചകമായിരുന്നു. ഞാനത് ഇന്നും ആ വാക്കുകളുടെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് തന്ന ഏറ്റവും വലിയ ഉപദേശമായിട്ട് ഞാൻ അത് കരുതുകയാണ്. പിന്നെ 50 വർഷം മുമ്പ് ഞാനും എൻ്റെ ഭാര്യ ഇവിടെ ആദ്യകാലത്ത് വരുമ്പോൾ ജീവിത സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. റോഡില്ലായിരുന്നു, വാട്ടർ സപ്ലൈ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ വാഹനം ഒരു കാളവണ്ടിയായിരുന്നു തറവാട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ. പിന്നെ ഈ പുരോഗതിയുടെ മുന്നേറ്റത്തിൽ ഞങ്ങൾക്കും ഇങ്ങനെ നല്ല വാഹനങ്ങളൊക്കെ ഉണ്ടായി, ജലസമൃദ്ധി ഉണ്ടായി. അപ്പോൾ ഭാര്യ ആദ്യകാലത്ത് ഇവിടെ വന്നപ്പോൾ ഭാര്യയുടെ ഒരു അമ്മായി ഇവിടെ വന്നു. അപ്പോൾ അവർ വലിയൊരു സങ്കടത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. കുട്ടനാട്ടിൽ നിന്ന് ഞങ്ങളുടെ ഈ കുഞ്ഞമ്മേ ഈ കാട്ടിക്കൊണ്ട നായക്കല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് ഒരു 10 കൊല്ലത്തിന് ശേഷം അവരിവിടെ വന്നു. ഇത് നല്ല സുഖവാസ സ്ഥലമാണല്ലോ, എന്തെല്ലാം സൗകര്യങ്ങളിപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവർ യാത്ര പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നു. അപ്പം ജീവിത സൗകര്യങ്ങളില്ലാത്ത അവസരത്തിലും എൻ്റെ ഭാര്യ എന്നോട് ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. എന്നോടൊത്ത് എൻ്റെ പരിമിതമായ ജീവിത സൗകര്യങ്ങളിൽ അവരെന്നോടൊത്ത് സന്തോഷകരവതിയായിട്ട് ജീവിച്ചു. മരങ്ങളെ മക്കളെപ്പോലെ സ്നേഹിച്ച് അനപത്യതാ ദുഃഖം കാറ്റിൽ പറത്തിയ ദേവസ്യാച്ചായൻ നമുക്ക് അത്ഭുതമാവുന്നതിൽ വിസ്മയം വേണ്ട. കാരണം നവതിയുടെ നിറവിലേക്ക് നമുക്കീ സ്നേഹം പങ്കുവയ്ക്കാം. ഈ വൃക്ഷങ്ങളെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ വലിയൊരാഗ്രഹം, ഞാൻ നട്ട ഈ വൃക്ഷങ്ങളുടെ മധ്യത്തിൽ എന്നെ സംസ്കരിക്കണം. എൻ്റെ ശരീരത്തിൻ്റെ അംശം പോലും ഞാൻ നട്ട വൃക്ഷങ്ങൾ സാംശീകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മതപരമായ കർമ്മങ്ങൾ ഞാൻ നിഷേധിക്കുന്നില്ല. പള്ളിയിൽ ചെയ്യേണ്ട മതകർമ്മങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കിൽ പോലും അതിനുശേഷം ഞാൻ നട്ടുവളർത്തിയ വൃക്ഷങ്ങളുടെ മധ്യത്തിൽ, ഞാൻ എൻ്റെ മക്കളായി കരുതുന്ന ഈ വൃക്ഷങ്ങളുടെ മധ്യത്തിൽ എന്നെ സംസ്കരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പിൻഗാമികൾ അതിന് തയ്യാറാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ണിനും മനസ്സിനും ഓജസ്സും തേജസ്സും തരുന്ന ഈ ഭൂമിക തീർച്ചയായും നാം പഠനവിധേയമാക്കേണ്ടതു തന്നെ. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. ഇനിയും മരിക്കാതെ
ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ